ബെനി ചേട്ടാ പോയിട്ട് വരട്ടെ. അങ്ങനെ നമ്മളെ ഒരു ഷെഡ്യൂളൂടെ കഴിഞ്ഞ് വരും വീണ്ടും വരും. ഷെഡ്യൂളോട് ഷെഡ്യൂൾ ചെയ്തു ഷൂട്ട് ചെയ്ത് പിണ്ടളായി പോയി. 5 ദിവസം അടുപ്പിച്ച് ഷൂട്ട്. ആ പോയിട്ട് വരാവേ. സുഹൃത്തുക്കളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കൂ. സന്ദീപേ, 5 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാടാ. ഓ, നാട്ടിൽ എന്തുണ്ടാ വിശേഷം? സുഖം എല്ലാവർക്കും. കഴിഞ്ഞ ബ്ലോഗില് ഏതടാ നമ്മളെ കാർത്തി ചെറിയൊരു ട്രീറ്റ് ചെയ്തില്ലേ? നമ്മളെ അണ്ണന്മാർക്ക് പാർട്ടി കൊടുത്ത എല്ലാരും രാത്രി ആയപ്പോ കൊള്ളാം, വീഡിയോ ഒക്കെ കൊള്ളാം. പിറ്റേന്ന് രാവിലെ വീട്ടില് കളിപ്പ് ഗിരീഷന്റെ വൈഫ്. നിങ്ങൾക്ക് എത്ര കാമുകിമാരുണ്ട്? പ്രസാദിന്റെ വൈഫ് ചോദിക്കുന്നു. ഞാൻ ഒന്നും പറയില്ല, കരച്ചില് മാത്രമേ ഉള്ളൂ. ചുമ്മാരി. എന്നിട്ട് അവന്മാരൊക്കെ എന്റെ അടുത്ത് ഒരു കുഴപ്പമില്ല അളിയ എന്നാണല്ലേ പറഞ്ഞത്. എല്ലാ അണത്തിന്റെ മനസ്സിന് വിഷമമുണ്ട്. ഇതില്ല വിലയാടാരെന്നറിയാം, നന്ദു കൃഷ്ണൻ. സത്യ ഗൈസ്, ഏറ്റവും ലാസ്റ്റത്തെ ഫ്രെയിമിൽ ഔട്ട്രോക്ക് നന്ദു നമ്മളെ കൂടെ നിൽക്കണില്ലേ, അവ അപ്പ വന്നതായിരുന്നു. അത് വരയ്ക്കും അവ ഏരിയ ഇല്ലായിരുന്നു. എല്ലാരും ഹാപ്പി ആയല്ലോ. ഹാപ്പി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ അച്ഛനൊക്കെ കണ്ടായിരുന്ന വീഡിയോ? ഓ, മാമയും ചിരിയോട് ചിരിയായിരുന്നു. ചുമ്മാരി. മാമനെയും കൊണ്ട് ഞാൻ പത്തനാപുരത്ത് ഒരു മരണത്തിന് പോയി. ആ മരണം കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ വീഡിയോ ഇട്ട് ചിരിയെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. മാമൻ ചോദിച്ച ഒറ്റ, നീയൊക്കെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നീയൊക്കെ ഡ്രസ് ഫുള്ളാവും, കൂടെ ഊരിക്കളഞ്ഞിരുന്നു. അയ്യോ, എന്തായാലും ഇനി നമുക്ക് നാളെ നാട്ടിലോട്ട് ഇറങ്ങാം ഗൈസ്. ഇന്നിപ്പോ നമുക്ക് നേരെ ശരുവിൻ്റെ അവിടെ പോവാം. ഇന്ന് രാവിലെ ഷൂട്ട് ഉണ്ടായിരുന്നോണ്ട് ഇന്നലെ രാത്രി നമുക്ക് അധികം ഒന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് അലമ്പാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് അതിന്റെ ക്ഷീണം മാറ്റി കംപ്ലീറ്റ് ആയിട്ട് അവരോട് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വേണം നാളെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ. പൊളിക്കണ്ടേ സന്ദീപ്? എടാ, ഞാൻ ഇന്നലെ ഇവരുടെ അടുത്ത് പറയായിരുന്നു, നമ്മള് ശരുവിന്റെ കല്യാണത്തിന് അടിച്ചു പൊളിച്ചത് കണക്ക് അതൊരു പൊളിയായിരുന്നു. അതെ, അവർക്കിപ്പോ മനസ്സിലായി കാണും. ഞാൻ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഒക്കെ നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും ഇനി ശരുവിന് അങ്ങോട്ട് പോട്ടെ. അവളും അനന്തവും കൂടെ ഏതോ അമ്പലത്തിൽ തൊഴുവാനായിട്ടൊക്കെ പോയേക്കാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എന്നിട്ട് ഇന്നൊരു പാതിരാത്രി ആകുമ്പോഴാണ് അനുവിൻ്റെ ബർത്ത്ഡേ. അപ്പം അനുവിനൊരു ചിലപ്പം ഒരു ബർത്ത്ഡേ ചിലവൊക്കെ കാണും. നമുക്ക് നോക്കാം. എന്തായാലും ലെറ്റ്സ് ഗോ ടു ഷരൂസ് ഹൗസ്. കാമോത്ത് ഉത്സവം തുടങ്ങി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് ഉത്സവം അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് ഇപ്രാവശ്യം ഇവിടെ വലിയ കൊടിതോരണങ്ങളും വലിയ ബഹളമൊന്നും ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നതുകൊണ്ടാണെന്ന്. ശരിക്കും ഇവിടെ ഉത്സവം, ഇന്നലെ നമ്മൾ അവളുടെ വീട്ടിൽ പോയപ്പോൾ ഇവിടെ ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ അന്ന് അങ്ങോട്ട്. എടാ, ഇവിടെ വെച്ചാണ് ശരുവിൻ്റെ കല്യാണം നടന്നത്, ഓർമ്മ വേണ്ട? കണ്ട ഈ അവിടെ വെച്ചായിരുന്നു ശരുവിൻ്റെ താലി കെട്ടൊക്കെ നടന്നത്. പറഞ്ഞ കേട്ടില്ലേ? ആ ഷൂട്ട് ഉണ്ടായിരുന്നു. നേരത്തെ എന്തിനു പറഞ്ഞു? എന്നെ കൊണ്ട് ഷൂട്ട് എടുപ്പിക്കൂലെന്നാ? അതെന്തിരി അങ്ങനെ? ഞാൻ വിചാരിച്ചു അമ്പലപ്പുറത്ത് ചെന്നപ്പോ അലപ്പായി. എന്താ ഇപ്പോടെ നടന്നോണ്ടിരിക്കണത്? ഇത് ഓരോ സ്ഥലത്തുനിന്ന് വരുന്ന താരമാണ്. ഓ, താലപ്പൊലി ഏന്തിയ ബാലികമാരെ നമ്മളവിടെ പറയും. ഇത് വേറെ യൂണിഫോം അല്ലേ? ആ നടുക്ക് നിൽക്കുന്ന എന്താ 3 പേര്? അത് നടുക്ക് നിൽക്കുന്ന മെയിൻ താലം. ഇതൊക്കെ വിളക്കേന്തി വരുന്ന ബാലികമാരല്ല, ചേച്ചിമാര്. അതെല്ലോ. എന്താ മക്കളെ ഇഷ്ടമാണോ? എന്താ അതിന്റെ പേര്? ദേവനന്ദയോ? കിടില പേരാണല്ലോ. ഹലോ, നാളെ വന്നോ? എത്ര പഠിക്കാ നിങ്ങളൊക്കെ? 3-ലോ? നീയോ? നീ
നീ 5-ലായോ? പൊക്കം വെച്ച് മാച്ച് ആവണില്ലല്ലോ. ഞാൻ പറഞ്ഞത് വല്ലോ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നാ എന്തോ? അവിടെ ഭയങ്കര സൗണ്ട് കഴിഞ്ഞു. ഞാൻ ഒരു സാധനം കാണിക്കാനായിട്ട് വന്നതാണ്. മാലപ്പടക്കം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജില്ലണ നിൽക്കുന്നത്. എന്നിട്ട് വേണ്ട ഇത് മാല വന്നിട്ട് ഒരു ഗുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അയ്യവ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് നെന്മാറ വേല ഒരു പ്രാവശ്യം കാണണമെന്നുള്ളത്. അപ്പം അതിനുള്ളൊരു സമയം ഇതുവരെ ഒത്തു വന്നിട്ടില്ല. എല്ലാ വർഷവും ഷൂട്ടായി പോകും. വരട്ടെ നോക്കാം. ഉത്സവത്തിന് വന്നിട്ട് കപ്പലണ്ടി വാങ്ങിയില്ലേ പിന്നെ എന്ത് ഉത്സവം? ഗൂഗിൾ പേ ഉണ്ടല്ലോ. ഗൂഗിൾ പേയോ? ഓ ഗൂഗിൾ പേ ഉണ്ടാ? എൻ്റെ മോനെ ഇതെനിക്ക് തോന്നുന്നു പനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടല്ലേടാ. ഇത് കരിപ്പട്ടി. നമ്മൾ പതുക്കെ ഇറങ്ങിയേ ഇനി നമുക്ക് ഷരുവിൻ്റെ വീട്ടിലോട്ട് കയറാം. അവളുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും കണ്ണമ്പ്രോ കാണും. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഇവിടെ ആരും ഇല്ലേ? വലിയ അമ്മ സവാള അരിയുന്നു. ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ. അമ്മയുടെ അച്ചാറ് മോട്ടിച്ചവൻ. മക്കളെടി നീ ഇന്ന് പോയാ? പഠിക്കാൻ പോയാ? അതെന്തടി നീ ഇന്ന് പോവാത്ത? നീ രാവിലെ എഴുന്നേറ്റ് പോകുമെന്ന് പറഞ്ഞവളല്ലേ? തോന്നി. നിന്റെ ചേട്ടൻ എവിടെ? കണ്ണമ്പ്രോ ഇന്ന് പൊളിക്കട്ടെ നമുക്ക്. ഇന്നലെ നമുക്ക് നേരത്തെ കിടന്നുറങ്ങേണ്ടി വന്ന്. അയ്യോ ആണാ? ഇതെന്താ ഗെയിമാണോ? ഏത് ഗെയിം? ഓ നിങ്ങൾ ഗെയിമർ ആണെന്നുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടാ. നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ നോക്കൂ ഇത്. എങ്ങനെ അവിടെ മിന്നായം പോലെ വന്നു, കണ്ടു, അടിച്ചു പൊളിച്ചു പോയി. ഇവിടത്തെ കലാപരിപാടികൾ അരങ്ങേറട്ടെ സുഹൃത്തുക്കളെ. നമ്മള് ഫുഡ് കഴിച്ചോണ്ട്. അഭി എന്തുവാടാ അതൊക്കെ? എന്തിനാ കേക്ക്? ആരുടെ? നൈസ് ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ എന്നത് എന്തുവാടാ? ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ നല്ല മാർക്കറ്റ് ഉണ്ടല്ലേ ഇവിടെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈക്ക്. തിരുവനന്തപുരത്തെ തട്ടുകടയിൽ കിട്ടുന്ന ചിക്കൻ ഫ്രൈയുടെ അതേ രുചി പിന്നെ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരിടത്തും കിട്ടൂല. അപ്പം ഇവിടെ തിരുവനന്തപുരം ചിക്കൻ ഫ്രൈ എന്ന് കൊടുക്കണ ഈ സാധനത്തിന് ആക്ച്വലി അതിൻ്റെ ഒരു രുചി ഉണ്ട്. കൊള്ളാം അല്ലടാ. അച്ചാർദീനി. ഓ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ബലൂൺ പെരുപ്പിക്കേണ്ടത്. എന്തരി ഇല്ല ഒന്നുകൂടെ. ഓ മാജിക്. നമ്മള് എടാ അപ്പം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ആക്കുന്നു. നീ അനുവിനെ വിളിച്ചോണ്ട് വരുന്നു. വാതിൽ തുറക്കുമ്പോ സർപ്രൈസ് ആണേ. ഓക്കെ, അപ്പൊ ഇനി ബലൂൺ വീർപ്പിക്കൽ ചടങ്ങിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഞാൻ എങ്ങനെയാണ് ശാസ്ത്രീയമായി ബലൂൺ വീർപ്പിക്കേണ്ടത് കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക. പൊളിഞ്ഞു പോയി.
ഇത്രയും പോരെ? ഇത്രയും മതിയല്ലേ? രണ്ട് വിരല് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് വിരൽ ഇങ്ങനെ ആക്കുക, ഇതിന്റെ ഇടയിൽ കൂടെ തള്ളുക, പിടിക്കുക. ബലൂൺ സെറ്റ്. ഇങ്ങനെ നമ്മളിത് മൊത്തം സെറ്റ് ആക്കട്ടെ കേസിന് ഇരുന്ന്. ബലൂണ് വീർപ്പിച്ച് തൊണ്ട ഒരു പരുവായി കേസ്. അപ്പോഴത്തേക്കാണ് അവളുടെ ബർത്ത്ഡേക്ക് വാങ്ങിയ ഈ സാധനം. എൻഗേജ്മെന്റ് എന്തിനാ വാങ്ങിയത്? അങ്ങനെ ഈ സാധനം വെച്ച് വീർപ്പിക്കാൻ തുടങ്ങിയപ്പോ പണി പെട്ടെന്ന് തീരാൻ തുടങ്ങി. ഓ അതാണ്ട് നമ്മൾ ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ. എടാ സന്ദീപേ, നീ ഊതണം, ഇത് വെച്ച് അടിച്ചാ പോരെ? നല്ല കാര്യം, രണ്ടെണ്ണല്ലേ ഉള്ളൂ, ഒന്നും കൂടെ വേണ്ടേ? ഓക്കെ, ഞങ്ങൾ ബാക്കി ബലൂണുകൾ നിറക്കട്ടെ സുഹൃത്തുക്കളെ. നീ എന്താ അടി ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? ഓ മക്കളെ, ഇത് റെഡിയാണോ? ഞാൻ ഇപ്പൊ തിന്നാനേ എടുത്ത്. നീ റെഡിയാക്ക്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര റെസ്പോൺസിബിൾ ആണ് കേട്ടോ. കണ്ണം ബ്രോ അന്ന് കല്യാണത്തിനായാലും ഉണ്ടല്ലോ, എന്തൊരു ചിരി. അയ്യോ, കല്യാണത്തിനായാലും അവൾ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്ത ഒരു രീതിയുണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് അച്ഛനമ്മ വന്നാലും ഇവള് എന്തോന്നാടാ ഒരു കാര്യം അവള് ഭയങ്കര നല്ലതായി ടേക്ക് കെയർ ചെയ്ത കേട്ടോ. അതൊക്കെ അവള് സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. ഊത് വീർപ്പിക്ക്. ഓൾമോസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഇവിടെ സെറ്റ് ആയി ഗൈസ്. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും. ജീവിതകാലം മൊത്തം പയ്യന്മാര് പ്രയത്നിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്, ബലൂൺ വീർപ്പിക്കാനാണ്. അതെ ഞങ്ങൾ ബാക്കി കൂടെ വീർപ്പിക്കട്ടെ. എന്താ ഇവിടെ ആര് എന്തിരിയെ എടി ഇത് ഓഫ് ചെയ്യാൻ വെച്ചേക്കോ? ആണോ? ഇങ്ങനെയൊക്കെ ഉണ്ട്. ഫ്രഷ് സാരം. ഇതെന്താടി ഇത്? രണ്ട് വാട്ടി അവക്ക് നമ്മളോടുള്ള കരുതല് നോക്കാനാടാ, ആ സ്നേഹം. അതെ, കല്യാണത്തിന് വന്നപ്പോഴും റെസ്റ്റ് എടുത്തോ മക്കളെ, റെസ്റ്റ് എടുത്തോ. നീയല്ലേ റെസ്റ്റ് എടുക്കണ? അതാണോ റെസ്റ്റ് എടുക്കണ? അപ്പൊ റെസ്റ്റ് എടുത്തോ രണ്ടുപേരും റെസ്റ്റ് എടുത്തോ. നമ്മളിവിടെ ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞ് സെറ്റായി. ബെസ്റ്റ് ടൈം ഈസ് നൗ എന്നാടാ എന്റെ ഉടുപ്പിൽ എഴുതിയേക്കണം. നമ്മൾ അത്യാവശ്യം വേണ്ട ബലൂണുകളും പിന്നെ ഹാപ്പി ബർത്ത്ഡേയും ഒക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് അവളുടെ തലയിൽ വെച്ച് കൊടുക്കാനുള്ള തൊപ്പി, നക്കിടുതാപ്പുകള്. ഇതെന്തരടാ ഇത്? ഹൃദയത്തിന്റെ ഷേപ്പിലുള്ള മെഴുകുതിരി. ഹൃദയം സ്നേഹമല്ലേ? അതെ വല്ലാണ്ട് സ്നേഹം വരുന്നുണ്ട്. ഇത് പിന്നെ അതിൽ ശരിക്കും വെക്കാനുള്ള മെഴുകുതിരി. എടാ എന്റെ ബർത്ത്ഡേക്ക് ഏകദേശം ഇതേ കണക്കത്തെ തൊപ്പിയാണ് നിങ്ങളൊക്കെ കൂടി സെറ്റ് ചെയ്തതെന്ന്. ഗൈസ് മണി 11:30. നമ്മളിപ്പോ കംപ്ലീറ്റ് സെറ്റപ്പ് ആക്കിയിട്ട് അനുവിനെ വിളിക്കാനായിട്ട് പോയേക്കണം. അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. 12 മണിയൊക്കെ ആകുമ്പോൾ സർപ്രൈസ് കൊടുക്കാം. പക്ഷെ നിങ്ങൾ കാണേണ്ടത് അതൊന്നുമല്ല സുഹൃത്തുക്കളെ. നോക്ക് ഞങ്ങളുടെ കലാവിരുത്. ഹാപ്പി ബർത്ത്ഡേ. ഏതാണ്ട് ഇവിടെ മറ്റേ സൊന, ഇവിടെ അത്രയും ബലൂണുകളൊക്കെ നിറച്ച് പൊളിച്ചില്ലേ കണ്ണം ബ്രോ? മിഷൻ അക്കോംപ്ലിഷ്. പുറത്ത് ആരാ പുറത്ത് നിൽക്കുന്നത്? എന്താ മക്കൾ? നിന്റെ പ്രിപ്പറേഷൻ. ഇതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെടുന്നത്. എന്താണ് എന്റെ മുട്ട മസാല? ആണല്ലേ? ഓക്കെ. അതെന്താ അപ്പുറത്തെ കയ്യില്? കണ്ടിട്ട് ചമ്മന്തി പോലെയും തോന്നുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നീ ഉണ്ടാക്കിയല്ലേ? ഇതാണ് ഗൈസ് അവളുടെ മുട്ട മസാല. അത് മുക്കണോ? ഉള്ളതുപോലെ പറയും ഞാൻ. ഏതില്? എന്നാ പിന്നെ അത് മുക്കാതിരുന്നാ പോരെ? ആണോ? മണമൊക്കെ അന്യായ മണമാണ് കേട്ടാ. കൊള്ളാടി. സൂപ്പർ ടേസ്റ്റ് ഗൈസ്. ടച്ചിങ്സിനൊക്കെ പറ്റിയ സാധനം അല്ലേ? നീ അതല്ലേ ഉദ്ദേശിച്ചതുകൊണ്ട്. ഇതിന്റെ റെസിപ്പി കിട്ടുവോ? ഒരെണ്ണം വർഷക്കൂടെ അയച്ചു കൊടുക്കാം. ചമ്മന്തി കൊള്ളാടി.
പൊളി, അടിപൊളി. ഇനി നമുക്ക് സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കാം. എടാ എത്ര ദിവസമായിട്ടടാ നീ ഞങ്ങളെ കാത്തിരിപ്പിന്റെ വിരഹ ദുഃഖം അനുഭവിച്ചോണ്ടിരിക്കണത്? ഇത് 2ാമത്തെ ദിവസമല്ലേ കണ്ടപ്പോ? പിന്നെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇറക്കി പോയി നമ്മുടെ കാത്തിരിപ്പിന്റെ വിരഹ ദുഃഖം അവസാനിക്കാൻ പോകുന്നത് കണ്ടപ്പോ. എടാ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തതാണ്? കൊള്ളാല്ലേ, സെറ്റല്ലേ? ഹെടി കുരുപ്പേ, ഞങ്ങൾ എത്രയൊന്നും പറഞ്ഞടി നിങ്ങൾ രണ്ടും നമ്മുടെ കാത്തിരിപ്പിന്റെ വിരഹ ദുഃഖം അനുഭവിക്കുന്നത്. ഞങ്ങളുടെ വേരിറങ്ങി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സാധന സാമഗ്രികളെങ്കിലും ഇവിടെ വെച്ചിട്ട് പൊക്കൂടായിരുന്ന. ആണാ? നോക്കിയടി എങ്ങനെയുണ്ട്? അതൊക്കെ അവിടെ ഇരുന്നോളും. ബർത്ത്ഡേ റൂം അല്ലെങ്കിൽ ഏവനെങ്കിലും ഇവിടെ അടിച്ചു കിടന്ന് ഉറങ്ങുന്നു. അവളിപ്പോ എത്തും, അവൻ വിളിക്കാൻ പോയേക്കാണ്. നമുക്ക് സർപ്രൈസ് കൊടുത്തിട്ട് കലാപരിപാടികൾ തുടങ്ങാം. നമുക്ക് ഇന്ന് മറ്റേ പാട്ട് പാടണോടാ. ഏതാണ്? കാരിത്തക്കിളി നാക്കിളി മൂക്കിളി തൊട്ടുകളി. കുറച്ച് കഴിയട്ടെ, നമുക്ക് പാടാതെ. ഞാനും അനന്തവും അഭിയും കൂടെ അത് മത്സരിച്ച് പാടും ഗൈസ്. പൊളിക്കും നമ്മള്. അവള് നമുക്ക് എല്ലാവർക്കും വേണ്ടി മുട്ട മസാല ഉണ്ടായി. സൂപ്പർ ടേസ്റ്റ്. നമ്മള് പിന്നെ ഇവിടെ പല പല കലാപരിപാടികളായിരുന്നു. നീ വരാൻ ലേറ്റ് ആയി പോയടി. ആണ്. ഇനി നമുക്ക് പൊളിക്കാം. ഇനി സർപ്രൈസ്, ഇനി ശരിക്കും സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ അനു എന്നൊക്കെ എഴുതി കേക്ക് സെറ്റായി ഗൈസ്. എല്ലാവരും എത്തി. ഏതാനും നിമിഷങ്ങൾക്കകം അനു ഈ വാതില് തുറന്ന് വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും മക്കളെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല ആദ്യം സർപ്രൈസ്. സർപ്രൈസ്. അപ്പൊ അവള് ഞെട്ടും. അപ്പൊ നമ്മൾ ഇതൊക്കെ എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് മുറിക്കാൻ പറയും. അപ്പൊ അവള് ഹാപ്പിയാവും. അതാണ് നമ്മുടെ ഉദ്ദേശം. അതെ, നമ്മളത് സെറ്റപ്പ് ആക്കണം. അതെ, എനിക്ക് പക്ഷെ ഈ ഉണ്ട കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു. അല്ലേ? നീ പൂ എടുത്തോ മക്കളെ. ഒരു ഉണ്ട ഞാൻ എടുക്കാം. കേക്ക് അനു വരട്ടെ. ഇത് കഴിഞ്ഞ് വരുന്ന കണ്ട് ശരിക്കും സർപ്രൈസ്. ഇപ്പൊ അവളെ കൊണ്ട് നടന്നാണ് പറഞ്ഞത്. കൊറേ നേരമായിട്ട് ഞാൻ കട്ട് ചെയ്ത് സർപ്രൈസിലോട്ട് പോവുകയാണ്. സർപ്രൈസ് ചെയ്യാനിരിക്കുന്നവരെ കാത്തിരിപ്പിന്റെ വിരഹ ദുഃഖം സർപ്രൈസ് അനു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആക്ടിങ്? എടി ഇത് ഞങ്ങള് വളരെ നേരെ കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി ചെയ്തെടുത്ത കാര്യങ്ങളാണ്. ഇതോ അതെങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അവളെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ അവിടെ കൊണ്ടിരുത്തിയാണ്. കേക്ക് മുറി, കേക്ക് മുറി. ഹാപ്പി ബർത്ത്ഡേ. അഞ്ഞ പാറ്റയെ അപ്പാത്തി തേന അപ്പാത്തിയ അപ്പാത്തി കേക്കേ തൂ അപ്പാത്തിയോ അപ്പാത്തി കൂകൂന അപ്പാത്തിയേ പാതയെ അപ്പാത്തി കേക്കേ ന അപ്പാത്തിയ അപ്പാത്തി കൂകൂനു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. May the good God bless you. പിന്നെന്തൊക്കെയോ ഉണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു, ഹാപ്പി ബർത്ത്ഡേ യു. ഇതിലും വലിയ അവസരം ഞാൻ ഈ കാലത്തൊന്നും കേട്ടിട്ടില്ല. അല്ല, ഒരു പാട്ടിന്റെ കഥ പറഞ്ഞത്. നമ്മൾ വൈകുന്നേരം 8 മണിക്ക് തുടങ്ങിയതാ. ആ ഊതൂത്. അതും അത് ഹൃദയം ആയിരുന്നു. അതിപ്പോ ചന്ദ്രകലയായി. ആ ആഗ്രഹിച്ച ആഗ്രഹം എത്രയും പെട്ടെന്ന് ദൈവം സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ഹാവൂ, ഞാൻ പറഞ്ഞില്ലേ കൈ സർപ്രൈസ് ആവൂ. സർപ്രൈസ് ആയടി.
എടി വല്ല ഡൗട്ടും അടിച്ചായിരുന്നു എനിക്ക് ചെറുതായിട്ട് എന്തിനാണ് ഡൗട്ട് അടിച്ചത്? ഇവൻ പറഞ്ഞു അവിടെ പോവാ നൂട്ടോപ്പിയിൽ അവര് വെയിറ്റ് ചെയ്യാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം പോലെ കഴിക്കുന്നില്ല പലചരക്കടയിലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഇവിടെ ഉണ്ടെന്ന് വരുന്നവൻ. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ എനിക്ക് നല്ല ഡൗട്ട് റൂം പോയി തുറക്കാനൊക്കെ. അപ്പൊ എന്താ വെച്ചു പിന്നെ ചേട്ടന്റെ മുഖം മാറി. ആരാ എനിക്ക് വിശന്നിട്ട് വയ്യ വേഗം പോയി തുറക്കാൻ പോവാണെന്ന്. ഞാൻ വേഗം ചൂടെ ഞാൻ ഇങ്ങോട്ട് വേഗം നീ അവക്ക് കൊടുത്താടാ ബാക്കി തിന്നോണ്ട് പോവേണ്. ഉണ്ടേ എടി ഈ ഉണ്ടേക്ക് എന്റെ ഉണ്ടയിലാണെങ്കിൽ മെഴുക് ഉരുക്കി പിടിച്ചു. അഴുക് ഒരു സുഖമില്ലാത്ത ഉണ്ടായിപ്പോയ കേസ്. ഓക്കെ നീ കുറച്ച് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഒന്ന് പെരുപ്പിച്ചിട്ട് വരാം അല്ലേ? ഹാപ്പി ബർത്ത്ഡേ വീണ്ടും. ഗിഫ്റ്റുകൾ ആരംഭിക്കട്ടെ. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ചുമലയാണെന്ന്. ഓ എന്റെ വീട്ടിൽ ഇതേ കണക്കൊരു മേശവിരി ഉണ്ട്. അല്ല അത് കൊള്ളാം, നല്ല ഡിസൈൻ. ആ ഫ്രോക്ക് ഫ്രോക്കല്ലേ? ആ ഫ്രോക്ക് കൂട്ടക്കെട്ടിപ്പിടി വല്ലപ്പോഴും ഉള്ളു. എന്നാ പിന്നെ സുഹൃത്തുക്കളെ ഞങ്ങൾ കുറച്ച് കലാപരിപാടികളിലേക്ക് കിടക്കട്ടെ. അനു നീ റെഡിയല്ലേ? ഞാനാണ് ഫസ്റ്റ് റെഡി. അപ്പൊ അതെ ഏട്ടാ നമ്മുടെ പാട്ട് ഓക്കെ അത് ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ലവ് യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ. I'm in the game, I was on the bench. First I was renting, now I'm collecting rent. First it with the Beamer, now I want the Benz. Spending all the bag like here I go again. അത്രയും ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ. വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകളി തരികിട വേളമടിച്ചു മുഴക്കുന്ന ചാകര വന്ന് കളക്ക് വളപ്പുറം ആകെ തരികിട മൃതത്തെ ചക്കിളി നാക്കിളി മൂക്കിളി തൊട്ടു കളിക്കണ കടലും കുട്ടികൾ അക്കരെ ഒത്തുകളൊരു കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മരപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകളി തരികിട വേളമടിച്ചു മുഴക്കുന്നേ ചാകര വന്ന് കണക്ക് മുഴക്കണം ആകെ തരികിട മൃതത്തെ ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവരിന്ന് കലമ്പിയ നേരത്തെ എന്തെങ്കിലാവിനൊരു അമ്പിളി വെള്ളം ഇറങ്ങി ഒരുങ്ങി അനങ്ങിയ നമ്പിയ കമ്പിളി കൂടാളത്തോണികൾ ഉള്ളി ഉണർന്ന് കൊടുമ്പിരി കൊള്ളണ താളത്തരികിടത് മൃതത്തെ തുറകളിൽ ഇന്നൊരു തുടികുടി മേളത്തായം പകയുടെ ചെമ്പടം ഒഴുകി ചന്നാലികളുടെ കാലിച്ചട്ടകളിളകി തുടരുകൊഴുകി അത്തിമരത്തിൻ കീഴെ തുറകളിൽ ഇന്നൊരു തുടികുടി മേളത്തായം പകയുടെ ചെമ്പടം ഒഴുകി കന്നാലികളുടെ കാലിച്ചട്ടകളിളകി തുടരുകൊഴുകി അത്തിമരത്തിൻ കീഴെ തടയിലത് അപ്പോ തെക്കരുതല്ല കണ്ടൊരു പറയട് 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 പെരകട് പെരകട് ഒഴുകി കണ്ടൊരു പറയട്